കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം എന്ന ഒരു മലയോര ഗ്രാമം. അവിടെ ഒരുപാട് കർഷകർ കുടിയേറി പാർത്ത ഒരു സ്ഥലമാണ്. കർഷകർ കുടിയേറി എന്ന് പറയുമ്പോൾ കോട്ടയം, ഇടുക്കി ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നൊക്കെ ഒരു കാലത്ത് വലിയ രീതിയിലുള്ള കുടിയേറ്റം മലബാറിലേക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഈ മേഖലയിലേക്ക് വലിയ രീതിയിൽ ആളുകൾ കുടിയേറിയിരുന്നു. കൂടുതലായി വസിക്കുന്ന ഒരു മേഖലയാണ് പെരിങ്ങോം എന്ന ഗ്രാമം. അവിടുത്തെ എല്ലാ ആഘോഷങ്ങളിലും, എല്ലാ വാർഷികങ്ങളിലും, എല്ലാ കലാ, സാഹിത്യ, സാമൂഹിക, പാർട്ടി പ്രവർത്തനങ്ങളിലും എല്ലാം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ജെസ്സി. ഈ ജെസ്സി എന്നുള്ളത് ഒരു താൽക്കാലിക പേരാണ്. യഥാർത്ഥ പേര് ജെസ്സി എന്നല്ല. എങ്കിൽ പോലും നമുക്കൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി അവരെ ജെസ്സി എന്ന് വിളിക്കാം. അങ്ങനെ ജെസ്സി അവിടെ എല്ലാ മേഖലകളിലും സജീവമാണ്. തൊഴിലുറപ്പിൽ സജീവമാണ്, അയൽക്കൂട്ട കമ്മിറ്റികളിൽ സജീവമാണ്. അങ്ങനെ എന്ന് വേണ്ട ആ ഗ്രാമപ്രദേശത്തുള്ള എല്ലാ സംഗതിയിലും സജീവമായി ഇടപെടുന്ന ഒരു സ്ത്രീയാണ് ഈ ജെസ്സി. ആ ഗ്രാമത്തിലുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര ബന്ധം, എല്ലാവരുമായിട്ടും ഭയങ്കര സൗഹൃദം. ഇങ്ങനെ സ്ത്രീ ഒരു നാട്ടിലുണ്ടാവുന്ന നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സഹായമാണ്. കാരണം എന്തിനു വിളിച്ചാൽ അവർ മുന്നിലേക്ക് ഇറങ്ങുകയും ആരുമില്ലാത്തവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, ആരുമില്ലാത്തവരെ ആശുപത്രി കൊണ്ടാൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സജീവമാണ് ജെസ്സി. ജെസ്സിയുടെ ഭർത്താവ് ഷാജിക്ക് 26 വയസ്സാണ് പ്രായം. പക്ഷേ ജെസ്സിക്ക് 26 കേട്ടോ, ജെസ്സിക്ക് ഏകദേശം 38 വയസ്സ് പ്രായമുണ്ട്. ഈ ഇത്ര വലിയ ഡിഫറൻസിൽ ഇവരെങ്ങനെ കല്യാണം കഴിച്ചു എന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുക. അതിന് വേറൊരു കാരണമുണ്ട്. കാരണം ഇവര് ഇടുക്കിയിലായിരുന്ന സമയത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ച് കണ്ണൂരിലേക്ക് താമസം മാറ്റിയവരാണ്. ഈ ജെസ്സിക്ക് 2 മക്കളും ഭർത്താവുള്ള ആളാണ് ജെസ്സി. ആ ജെസ്സിയാണ് ആ ഭർത്താവിനെയും മക്കളെ ഒക്കെ കളഞ്ഞുകൊണ്ട് ഈ ഷാജിയുടെ കൂടെ ഇറങ്ങി തിരിച്ച് കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പുതിയൊരു നാട്ടിലേക്ക് എത്തിയ സ്ഥിതിക്ക് അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുമല്ലോ. എന്തായാലും ജെസ്സി അതിന് ശ്രമിച്ചു. അങ്ങനെ ആ പെരിങ്ങോം എന്നുള്ള പ്രദേശത്തുള്ള എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് അയൽക്കൂട്ടത്തിലെ സ്ത്രീകൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ജെസ്സി അവിടെയുള്ള യാതൊരു കൂട്ടായ്മയിലോ യാതൊരു പരിപാടിക്കോ ഒന്നിനും കാണില്ല. ജെസ്സിക്ക് എന്താ സംഭവിച്ചെന്നുള്ള എല്ലാവർക്കും വലിയ ആശങ്കയായി. എന്തു പറ്റി ജെസ്സിക്ക്? അസുഖം വല്ലതും ബാധിച്ച് വീട്ടിൽ കിടപ്പാണോ, അല്ലെങ്കിൽ ഏതിലെങ്കിലും യാത്ര പോയോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായി. അങ്ങനെ അവർ ജെസ്സിയുടെ വീട്ടിലേക്ക് പോവാണ്. ജെസ്സിയുടെ വീട്ടിലെത്തിയ അയൽക്കൂട്ടക്കാരെ കണ്ടത് ജെസ്സിയുടെ ഹസ്ബൻഡ് ഷാജിയെ മാത്രമാണ്. ഷാജി അവിടെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ വന്ന പെണ്ണുങ്ങളെല്ലാം കൂടി ഷാജിയുടെ അടുത്ത് എന്ത് പറ്റി, ജെസ്സി എവിടെ പോയി, കുറെ ദിവസമായല്ലോ കണ്ടിട്ട് എന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഷാജി അവരോട് പറഞ്ഞത് ജെസ്സി പെട്ടെന്ന് നാട്ടിലേക്ക് പോയി. അതായത് അവർ ഇടുക്കിയിൽ നിന്നാണല്ലോ വന്നത്. അപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടിക്കോ എന്തെങ്കിലും ഫംഗ്ഷനോ പങ്കെടുക്കാനായിട്ട് ഇടുക്കിയിലേക്ക് പോയി എന്നാണ് ഈ വന്ന ജെസ്സിയുടെ കൂട്ടുകാരികളോട് ജെസ്സിയുടെ ഹസ്ബൻഡായ ഷാജി പറഞ്ഞത്. സ്വാഭാവികമാണല്ലോ, ഇത്തരം മേഖലകളിലൊക്കെ അങ്ങനത്തെ യാത്രകളൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട്. അവരത് വിശ്വസിക്കുകയും ചെയ്യും. അവർ ഉടനെ മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ആയ സമയത്ത് രാത്രി ഏകദേശം 9 മണിയായിട്ടുണ്ടാവും. ഈ ഷാജി ഫോൺ എടുത്തിട്ട് ഷാജിയുടെ ഒരു കൂട്ടുകാരനെ വിളിക്കണേ. ഒരു പന്നിയെ കിട്ടിയിട്ടുണ്ട്, ഇതിനെ വെടിവെച്ചത് അറിഞ്ഞാൽ ഫോറസ്റ്റുകാർ അറിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും എവിടെയും കൊണ്ട് ഉപേക്ഷിക്കണം, നിനക്കെന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ജെസ്സിയുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നത്. കൂട്ടുകാരോട് സഹായം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് കഴിയില്ല എന്ന് പറയാം. അപ്പൊ എന്തായാലും ഷാജിയുടെ കൂട്ടുകാരൻ ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തി. കൂട്ടുകാരനോട് ഷാജി പറഞ്ഞു, ആ കെട്ടിവെച്ചിരിക്കുന്ന ചാക്കിലാണ് പന്നിയുടെ മൃതദേഹം ഉള്ളത്. അത് ആരും കാണാതെ വലിച്ചിഴച്ച് കൊണ്ടുപോയി നമുക്ക് പുഴയിൽ ഉപേക്ഷിക്കണം എന്നായിരുന്നു അവർ പ്ലാൻ. ഷാജിയുടെ കൂട്ടുകാരൻ ഈ ചാക്കിനടുത്ത് എത്തി ചാക്ക് പൊക്കി നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഭാരം. സാധാരണഗതിയിൽ പന്നിക്ക് ഉണ്ടാകുന്ന ഒരു ഭാരമല്ല ആ ചാക്കിന് ആ സമയത്തുള്ളത്. അയാൾക്ക് അപ്പോഴേ ചെറിയ സംശയങ്ങളൊക്കെ തുടങ്ങി. ഇതെന്താണ് വല്ലാത്തൊരു ഭാരം, ഇത്ര ഭാരം എന്തായാലും പന്നിക്ക് വരില്ല എന്ന് അയാൾക്കറിയാം. അയാളുടെ ഉള്ളിൽ പതുക്കെ ഒരു പേടിണ്ടായി. ഉടൻ തന്നെ അദ്ദേഹം പിന്നോട്ട് വലിഞ്ഞു. ഷാജിയോട് പറഞ്ഞു, ഷാജി ഒരു മിനിറ്റ്, ഷാജി ഞാൻ ഇപ്പൊ വരാം, ഒന്ന് മൂത്രമൊഴിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഷാജിയുടെ കൂട്ടുകാരനായ ഇദ്ദേഹം ആ വീട്ടുവളപ്പിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ പോലീസിന് വിവരം അറിയിച്ചു.
അദ്ദേഹം പോലീസിനെ മാത്രമല്ല കേട്ടോ ആ സമയത്ത് വിവരറിയിച്ച്, അദ്ദേഹം ഉടൻ തന്നെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ടും കാര്യം പറഞ്ഞു. എന്തോ ചില സംശയങ്ങളുണ്ട്, ഒരു വല്ലാത്ത ദുർഗന്ധമുണ്ട്. സാധാരണ പന്നി ചത്തു കഴിഞ്ഞാലുള്ള ദുർഗന്ധം നമുക്കറിയാം, പക്ഷെ ഇത് അതല്ല, ഇത് മറ്റെന്തോ രീതിയിലുള്ള വല്ലാത്തൊരു നാറ്റം ആ ചുറ്റുവട്ടത്ത് മുഴുവൻ. എന്തായാലും മെമ്പറും ഉടൻ തന്നെ ഈ വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിഞ്ഞു. അങ്ങനെ ആ രാത്രിയോടെ തന്നെ പോലീസ് ആ മലയോര ഗ്രാമത്തിലെത്തിയ പോലീസ് ഉടൻ തന്നെ ഷാജിയുടെ വീട്ടിലേക്ക് എത്തി. പോലീസ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഫോൺ വിളിച്ച ആളെ കണ്ടു, പഞ്ചായത്ത് മെമ്പറെ കണ്ടു, ഒടുവിൽ ഷാജിയെയും കണ്ടു. ഷാജിയോട് ചോദിച്ചു എന്താ സംഭവിച്ചത്, ഭാര്യ എവിടെ പോയി, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഷാജിക്ക് മിണ്ടാട്ടമില്ല, ഷാജി മൗനവ്രതത്തിൽ. പക്ഷെ പോലീസിന്റെ സ്വഭാവം പതുക്കെ മാറി തുടങ്ങിയത്. ഷാജി അഭ്യാസമൊന്നും എടുക്കേണ്ട കാര്യം പറഞ്ഞു, അപ്പോഴും ഷാജിക്ക് മിണ്ടാട്ടല്ല. ഒടുവിൽ പോലീസ് ആ അവസാനത്തെ അടവ് അങ്ങോട്ട് പ്രയോഗിച്ചു. ഷാജിയെ പിടിച്ചിട്ട് വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ചില ചോദ്യങ്ങളൊക്കെ ഷാജിയോട് ചോദിച്ചു. അപ്പൊ ഷാജി പറഞ്ഞു, സാർ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, അവിടെ ചാക്ക് കെട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ചാക്ക് കെട്ടൊന്ന് തുറന്നു നോക്കിക്കോളൂ, അതിലുണ്ട് എൻ്റെ ഭാര്യയുടെ ശവശരീരം. പോലീസുകാരൊക്കെ ഞെട്ടിപ്പോയി. എന്താണ് കേൾക്കുന്നത്, ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി ഒരു ചാക്കിൽ എങ്ങനെ ആക്കാൻ കഴിയും? ഇതായിരുന്നു പോലീസിനെ ഏറ്റവും കൂടുതൽ നടുക്കിയ ഒരു കാര്യം. അപ്പോഴാണ് ഷാജി അതിന്റെ രഹസ്യവും വെളിപ്പെടുത്തി. ഭാര്യയെ വാക്കത്തി കൊണ്ട് വെട്ടിക്കൊന്ന ശേഷം നമ്മൾ ആക്സോ ബ്ലേഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഭാര്യയുടെ ശരീരം മുറിച്ച് ചെറിയ പീസുകളാക്കിയിട്ടാണ് അയാൾ ആ ചാക്ക് കെട്ടിയത്. ഓ, എന്തൊരു അവസ്ഥയായിരിക്കും അല്ലേ? ഇതൊക്കെ പറയുമ്പോഴും ഷാജി ഭയങ്കരമായിട്ട് നിർവികാരനായി അങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് യാതൊരു കൂസലും ഇല്ല. അങ്ങനെ പോലീസ് എന്തായാലും ആ ചാക്ക് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഇതിന് സാക്ഷികൾ വേണമല്ലോ. സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള പഞ്ചായത്ത് മെമ്പറെയും സാക്ഷിയാക്കിക്കൊണ്ട് അടുക്കളയുടെ മൂലയിൽ ചാരി വെച്ചിരിക്കുന്ന ആ ചാക്ക് പോലീസുകാരെ പോയി തുറന്നു. അയ്യോ, തുറന്നപ്പോൾ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ. 32 കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ് അയാൾ സ്വന്തം ഭാര്യയെ. 32 കഷ്ണങ്ങൾ. പോലീസുകാരൊക്കെ സ്തംഭിച്ചു പോയി. ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുന്നത്? കേവലം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് അയാൾ ഇത് ചെയ്തത് എന്നുള്ളത് അയാളുടെ മനസ്സിൽ എത്രമാത്രം ക്രൂരതയുണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവും കൂടിയാണ്. ഓർക്കണേ, ഭാര്യയും മക്കളെയും നാട്ടിൽ കളഞ്ഞിട്ട് തന്നെക്കാൾ പ്രായം കുറഞ്ഞ, ഏകദേശം 12 വയസ്സോളം പ്രായം കുറഞ്ഞ ഒരുത്തന്റെ കൂടെ സ്നേഹമാണ് പ്രേമാണ് എന്നൊക്കെ പറഞ്ഞ് കയറി വന്ന പെണ്ണാണ്. അതിനാണ് അവൻ 32 കഷ്ണങ്ങളാക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസ് തെളിവുകളൊക്കെ ശേഖരിച്ചു, മറ്റുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കി, മാസ്റ്റർ എഴുതി. തുടർന്ന് ഇവനെ ചോദ്യം ചെയ്തു, ഷാജിയെ ചോദ്യം ചെയ്തു. അല്ല, നീ എന്തിനാണ് ഭാര്യയോട് ഇങ്ങനെ ചെയ്തത്? പോലീസുകാർ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഷാജി അതിനുള്ളൊരു കാരണം പറഞ്ഞു. ഓ, വല്ലാത്തൊരു കാരണമായിരുന്നു അത്. ഇങ്ങനെയും കാരണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിച്ചു പോകും. എന്തായിരുന്നു കാരണം പറഞ്ഞെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവര് ഇടുക്കിയിൽ ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. അതിൽ തന്നെ ഷാജിയുടെ ഭാര്യയ്ക്ക് മുൻപ് ഹസ്ബൻഡും 2 മക്കളും ഉണ്ട്. അവരെ ഉപേക്ഷിച്ചിട്ടാണ് അവർ കണ്ണൂർ പെരിങ്ങോത്ത് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഇവര് അവിടെ റബ്ബർ ടാപ്പിങ്ങും മറ്റ് കൃഷികളൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയായിരുന്നു. ഇതിനിടയ്ക്കാണ് ഷാജിയുടെ ഭാര്യ അവിടെയുള്ള എല്ലാ കൂട്ടായ്മയിലും വളരെ സജീവമായി ഭാഗമാകുന്നത്. ഈ ഭാഗമാവുന്നത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ സാമൂഹിക, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക എല്ലാ കൂട്ടായ്മയിലും ഷാജിയുടെ ഭാര്യ ഭാഗമായിട്ടുണ്ട്. എല്ലാത്തിലും ഒരു ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരാളായിരുന്നു ഷാജിയുടെ ഭാര്യ. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു ഇടപെടൽ ഷാജിയിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതുപോലെ മറ്റു പുരുഷന്മാരെ കൂടെ പോകാൻ സാധ്യതയില്ലേ? ഇതേപോലെ എന്റെ കൂടെ വന്നതാണല്ലോ ഇവൾ, അപ്പോൾ മറ്റൊരുത്തന്റെ കൂടെ പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് സ്വാഭാവികമായിട്ടും ഷാജിക്ക് സംശയം തോന്നി. ഷാജിയുടെ ഭാര്യയ്ക്കും ഷാജിയെ കുറിച്ചുള്ള ഇതേ സംശയങ്ങളുണ്ട്. കാരണം 38-40 വയസ്സാകുമ്പോഴേക്കന്നെ ഈ സ്ത്രീ ഡയബറ്റിക് പേഷ്യന്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം, രാത്രി മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ഡയബറ്റിക് പേഷ്യന്റ് കൂടിയായ ഈ ഷാജിയുടെ വൈഫിന് ഷാജിയുടെ കാര്യത്തിലും സംശയമായി. തന്നെക്കാൾ 10-24 വയസ്സ് കുറഞ്ഞ ആളാണ്. അവന് ഒരു പക്ഷേ ഈ നാട്ടിൽ വെച്ച് വേറെ എന്തെങ്കിലും പെണ്ണിനെ നോക്കുന്നുണ്ടോ, അവരെ കൂടെ നടക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആ സ്ത്രീക്കും ഷാജിയിൽ സംശയം ഉണ്ടായിരുന്നു. ഈ 2 സംശയങ്ങളും കൂടി വീട്ടിൽ പതിവായിട്ട് വഴക്കാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞു വഴക്ക്. ചുരുക്കി പറഞ്ഞാൽ ഈ 2 ആളുകളുടെയും ജീവിതത്തിൽ സമാധാനം ഇല്ലാതായി, എന്നും സംഘർഷങ്ങളായി, എന്നും വഴക്കായി. ഇത് സ്വാഭാവികമായിട്ടും 2 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് മടുപ്പിച്ചു എന്ന് തന്നെ പറയാം.
അങ്ങനെ ഇരിക്കണേ ഒരു ദിവസം രാത്രി ഷാജി മനഃപൂർവ്വം വീട്ടിലേക്ക് വൈകി വന്നു. ഷാജിക്കറിയാം ഷാജി വരുമ്പോഴേക്കും ഭാര്യ ഉറങ്ങിക്കാണും എന്നുള്ള കാര്യം ഷാജിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവരൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. കേവലം ഒരു ഡയബറ്റിക് പേഷ്യന്റ് അല്ലേ, ഹൈലി ഡയബറ്റിക് ആണ് അവരെ മെഡിസിൻ എടുത്ത ക്ഷീണത്തിൽ നേരത്തെ ഉറങ്ങിപ്പോയി. ഈ ഷാജി എന്താ ചെയ്തതെന്ന് അറിയോ? വീട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ അടുക്കളയിൽ പോയി ഒരു വാക്കത്തി എടുത്തിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആ പെണ്ണിനെ പ്ലക്ക് ഒറ്റ വിട്ടു. ഒന്ന് നിലവിളിക്കാൻ പോലും ആ സ്ത്രീക്ക് സാധിച്ചില്ല. അപ്പോഴേക്കും പിന്നീട് എന്തായിരുന്നു ഷാജിയുടെ ചിന്ത എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതെങ്ങനെയെങ്കിലും ഒളിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ ഒളിപ്പിക്കുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എന്ത് ചെയ്തു? അപ്പൊ ഷാജി എന്ത് ചെയ്തു? ഒരു ആക്സോ ബ്ലേഡ്, വീട്ടിലുണ്ടായിരുന്ന ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് മുറിക്കാൻ തുടങ്ങി. ആരെ മുറിക്കുന്ന ഓർക്കണേ, ഭർത്താവിനെയും മക്കളെയും കളഞ്ഞ് സ്നേഹമാണ് പ്രേമാണെന്നൊക്കെ പറഞ്ഞ് തമ്മിൽ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് വന്ന് അയാളെ കൈകൊണ്ടാണ് ഇത്തരം ക്രൂരകൃത്യം ആ സ്ത്രീ. എന്തായാലും ആ ഗ്രാമത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നത്. നമുക്കെല്ലാം ഇതിൽ പാഠങ്ങളുണ്ടോ? എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇതിൽ പാഠങ്ങളുണ്ട്. എന്താ പാഠം? ആരെങ്കിലൊക്കെ പൊന്നെ മുത്തേ കരളെന്നൊക്കെ വിളിക്കുമ്പോഴത്തേന് എങ്ങോട്ടേക്കും ഇറങ്ങി പോകണ്ട. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നോക്കും നമ്മുടെ സ്വർഗമായ കുടുംബജീവിതം ഇട്ടെറിഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ നല്ലൊരു ജീവിതം തേടിയൊന്നും നമ്മൾ പോകേണ്ട യാതൊരു ആവശ്യമില്ല. പോയി കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ ആയിത്തീരും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ഞാൻ ഉൾപ്പെടെ എല്ലാവരും സൂക്ഷിക്കേണ്ട കാര്യമാണ്. പെരിങ്ങോത്തെ ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.